മൂന്നാം വട്ടം ഭരണമൂഴം നോക്കുന്ന പിണറായി വിജയന് ഇപ്പോൾ കൂനിന്മേൽ കുരു പോലെയായി തീർന്നിരിക്കുകയാണ് പല കാര്യങ്ങളും. ഇത് എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടിയെ ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് 2021 തുടർഭരണം കിട്ടുമ്പോൾ അതിന് പിന്നിൽ ചില ദുരന്തങ്ങൾ ഉണ്ടായിരുന്നു. ദുരന്തങ്ങളെയെല്ലാം പാർട്ടിക്ക് അനുകൂല സാഹചര്യമാക്കി മാറ്റുകയാണ് LDF, പ്രത്യേകിച്ച് CPM ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കോവിഡ് കാലം നമ്മൾ കണ്ടത്. കോവിഡ് കാലം ഒരു വലിയ അനുകൂല സാഹചര്യമാക്കി അതിനനുസൃതമായിട്ടുള്ള രീതിയിൽ പാർട്ടിക്ക് വൻ നേട്ടമുണ്ടാക്കിയെടുക്കാനായിട്ട് CPM-ന് സാധിച്ചു എന്നുള്ളതാണ്. ആ ദുരന്തകാലത്ത് പലതരത്തിലുള്ള അണിയറ പ്രവർത്തനങ്ങൾ നടത്തിയാണ് 2021 പ്രതിപക്ഷത്തെ തച്ചുടച്ചുകൊണ്ട് CPM അധികാരത്തിൽ വന്നത്. ആ അഹങ്കാരത്തിൻ്റെ ബലത്തിൽ, ആ അഹങ്കാരം തലയ്ക്ക് മത്തുപിടിച്ചതിൻ്റെ ബലത്തിലാണ് ഈ കഴിഞ്ഞ 5 വർഷവും നമ്മൾ കണ്ടത്. അതിൻ്റെ അന്ത്യത്തിൽ മൂന്നാം ഊഴം തേടുമ്പോൾ പലതരത്തിലുള്ള ചോദ്യങ്ങളും ബാക്കി നിൽക്കുകയാണ്. ചോദ്യങ്ങൾ എപ്പോഴും ചോദ്യങ്ങളായി തന്നെ ഇവിടെ നിൽക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി എന്തായിരിക്കും CPM-ൻ്റെ ഭാവി എന്നുള്ളതിനെക്കുറിച്ച് വളരെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കേരളത്തിൽ CPM-ൻ്റെ തകർച്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനം ആരോഗ്യമാണ്. ആരോഗ്യമുണ്ടെങ്കിലല്ലേ നിൽക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ പാർട്ടിക്കും ആരോഗ്യം ആവശ്യമാണ്. മനുഷ്യജനങ്ങളുടെ ആരോഗ്യം തകർത്തെറിയുന്ന പാർട്ടി ഇപ്പോൾ അനാരോഗ്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. CPM-ൻ്റെ അനാരോഗ്യ സൂചനകളാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ അത് പാരമ്യത്തിൽ എത്തുകയും ചെയ്യും എന്നുള്ളതാണ്. ബംഗാളിലും ത്രിപുരയിലും നമ്മൾ കണ്ടു. അതിൻ്റെ തുടർച്ചയെന്നോണം കേരളത്തിലും അതിൻ്റെ അന്ത്യം കുറിക്കാൻ പോവുകയാണ്. 2026 തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള CPM-ൻ്റെ അന്ത്യം കാണാനായിട്ടിരിക്കുന്നവർ കേരളത്തിൽ UDF അധികാരത്തിൽ വരുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലും അമിതാഹ്ലാദത്തിലും നിൽക്കുകയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിന് ഉണ്ടാകുന്ന ഒരു അമിത ആഹ്ലാദം. അതുകൊണ്ട് തന്നെ LDF-ലെ ഘടകകക്ഷികളൊക്കെ തന്നെ ചാഞ്ചാട്ടം തുടങ്ങിയിരിക്കുകയാണ്. ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഭരണമുള്ള ഭാഗത്തേക്ക് പോവുക എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ചില പാർട്ടികൾ ഭരണം മാറുന്നതനുസരിച്ച് ചുവട് മാറിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് കേരള കോൺഗ്രസിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. 2026 LDF-ൽ നിന്ന് ഘടകകക്ഷികൾ പോകുന്നുണ്ടെങ്കിൽ അത് കേരള കോൺഗ്രസ് മാത്രമല്ല, സകല ഘടകകക്ഷികളും അതിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഒരുപക്ഷെ ഇതിൽ സംശയം നിൽക്കുന്നത് CPI-ക്കായിരിക്കാം. CPI-യെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത് CPM-നെ ചാരിയാണ് നിൽക്കുന്നത്. ഈ വൻവൃക്ഷങ്ങളുടെ ചുവട്ടിൽ ചെറുവൃക്ഷങ്ങൾക്ക് വളരാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെയാണ് CPM-ൻ്റെ ചുവട്ടിൽ CPI-ക്ക് വളരാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ഏറെക്കാലമായിട്ട് നമ്മൾ ഇത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും CPM-ൻ്റെ ആട്ടും കുത്തും ചവിട്ടുമേറ്റ് കിടക്കുന്ന വേറൊരു പാർട്ടി ഇന്ത്യയിലുണ്ടോ എന്ന സംശയമാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവരായിരിക്കും എല്ലാ കാര്യത്തിൻ്റെയും അന്തിമം. അങ്ങനെയുള്ള പാർട്ടി ഒരിക്കലും CPI-യെ വളർത്താൻ അനുവദിക്കത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPI LDF വിടുമോ എന്നുള്ള കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് UDF-ലേക്ക് സ്വാഗതം ചെയ്തിരിക്കുകയാണ്. പക്ഷേ അങ്ങോട്ടേക്ക് ചെന്നാൽ വേണ്ടത്ര പരിഗണന കിട്ടുമോ എന്നുള്ള കാര്യവും സംശയമാണ്. കാരണം അവിടെ ലീഗാണ് പ്രധാന ഘടകകക്ഷി. ലീഗ് എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെയും മേൽക്ക് കയറാൻ നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. കേരളം ഭരിക്കാനായിട്ട് കുഞ്ഞാലിക്കുട്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു വേളയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളിടത്തേക്ക് CPI-ക്ക് എന്ത് സ്ഥാനമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്?
പ്രത്യേകിച്ച് ഇതുവരെ വലിയ ആദർശവും പുണ്ണാക്കും ഒക്കെ പറഞ്ഞതല്ലേ. ആ പാർട്ടി ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോയി ലീഗിൻ്റെ അടിമയായി കഴിയേണ്ട സ്ഥിതിയിലേക്കായി മാറുമോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ലീഗിൻ്റെ CPIയുടെ കാര്യം അങ്ങനെ തന്നെ നിൽക്കട്ടെ. പിന്നെ നമ്മൾ അടുത്ത ഘടകകക്ഷിയിലേക്ക് പോയി കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗമാണ്. ഇത് ഏറെക്കാലമായിട്ട് പൊതു ഇടങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തിനകത്തും സജീവ ചർച്ചയാണ് ജോസ് കെ മാണി കൂട്ടരും ഇറങ്ങിപ്പോകുമോ എന്നുള്ളത്. അതിനകത്ത് വലിയ സംശയമൊന്നും വേണ്ട. അവരൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൂടി കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അത് കഴിയുമ്പോൾ പതുക്കെ ഇവിടെ നിന്നുള്ള ചുവടുമാറ്റം തുടങ്ങും. അതിൻ്റേതായ രീതിയിലുള്ള ചർച്ചകളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജോസ് കെ മാണിക്ക് ഒരു വളരെ സേഫായിട്ടുള്ള ഒരിടം, അതുപോലെ തന്നെ എത്ര മന്ത്രിസ്ഥാനം, എത്ര സീറ്റ്, ഈ വക കാര്യങ്ങളിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് മുസ്ലിം ലീഗാണ്. കാരണം പലപ്പോഴും കോൺഗ്രസിൽ നിന്നാണ് പിണങ്ങി ഇറങ്ങിപ്പോയത് കേരള കോൺഗ്രസ് മാണി വിഭാഗം. അതുപോലെ വിളിച്ച് കയറ്റിയെങ്കിൽ മാത്രമേ വരികയുള്ളൂ എന്നുള്ള ഒരു വാശിയിൽ നിൽക്കുകയാണ് ജോസ് കെ മാണി. അതുകൊണ്ടാണ് ലീഗ് ഇതിനകത്ത് ഉത്സാഹം കാണിക്കാൻ തുടങ്ങിയത്. ലീഗിന് ഭരണം ആവശ്യമാണല്ലോ 2026. മുന്നണി വിപുലീകരിച്ചു കഴിഞ്ഞാൽ വൻ ഭൂരിപക്ഷത്തിലേക്ക് പോകാം എന്ന് ലീഗ് കണക്ക് കൂട്ടുന്നുണ്ട്. കാരണം കേരളത്തിൽ അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം നിൽക്കുകയാണ്. പിണറായി വിരുദ്ധ തരംഗം നിൽക്കുകയാണ്. അവർക്ക് കൂനിന്മേൽ കുരു എന്ന പോലെ നിരവധി പ്രശ്നങ്ങളാണ് ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. കേരളം നമ്പർ 1 എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൊട്ടിഘോഷിച്ച ആരോഗ്യരംഗം തകർന്ന് തരിപ്പണമായി നാറാണക്കല്ല് വെച്ച് കിടക്കുകയാണ്. മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടക്കം വിദേശത്തേക്കാണ് ചികിത്സ തേടി പോകുന്നത്. സാധാരണ ജനങ്ങളെ ഇത്രയും ദുരിതത്തിലാഴ്ത്തിയിട്ടുള്ള മറ്റൊരു കാലം ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ശക്തമായ ഒരു തിരിച്ചടി 2026 കേരളത്തിൽ പിണറായി വിജയനും സംഘത്തിനും കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് ഇറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ജോസ് കെ മാണിയും കൂട്ടരും അവിടെ നിന്നിറങ്ങും. അത് UDF തന്നെയായിരിക്കും. അതിനോടൊപ്പം തന്നെ പിന്നെ ഇതിനകത്ത് വരുന്നത് മറ്റ് ചില ഈ ചെറു ഘടകകക്ഷികളാണ്, ഒറ്റയാൾ പട്ടാളങ്ങളായിട്ടുള്ള. ഇപ്പൊ ജനാധിപത്യ കേരള കോൺഗ്രസ് ആന്റണി രാജുവാണ്. അതൊന്നും എങ്ങോട്ടും പോകാനില്ല, അത് തീർന്നു. ഒരു 2.5 വർഷക്കാലം മന്ത്രി ആയിട്ടിരിക്കാൻ ആന്റണി രാജുവിന് സാധിച്ചു. ഇനിയൊട്ട് തിരുവനന്തപുരം മണ്ഡലം കൊടുക്കത്തുമില്ല. പാർട്ടി CPM അതങ്ങ് ഏറ്റെടുക്കുകയും ചെയ്യും. തിരുവനന്തപുരം മണ്ഡലത്തിന് തന്നെ UDF തന്നെ വളരെയധികം ബലം പിടുത്തം തുടങ്ങിയിരിക്കുകയാണ്. CMBയിൽ നിന്ന് CP ജോൺ മത്സരിക്കും എന്ന് പറയുന്നുണ്ട്. അതേസമയം കോൺഗ്രസിൽ നിന്ന് ശബരിനാഥിനെ ഇറക്കും എന്നും പറയുന്നുണ്ട്. BJPയിൽ നിന്ന് കൃഷ്ണകുമാർ ആയിരിക്കും മത്സരിക്കുക എന്നും പറയുന്നുണ്ട്. മുമ്പ് ഈ MP രാഘവൻ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം വെസ്റ്റ്. ആ വെസ്റ്റാണ് ഇപ്പോഴത്തെ തിരുവനന്തപുരം മണ്ഡലം. എന്തായാലും പിന്നെ ഉള്ളതെന്ന് പറയുന്നത് കേരള കോൺഗ്രസ് B ആണ്. ഗണേശനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒറ്റയാളായാലും അത് വളരെ ശക്തമാണ്. അത് എങ്ങോട്ടും പോയില്ലെങ്കിൽ പോലും സ്വതന്ത്രമായി നിന്നാലും വിജയിക്കുകയും ചെയ്യും. പിന്നെ കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ പാർട്ടിയും ഇതോടുകൂടി, അതായത് അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം കാരണം ഇനി ഒരു മത്സരത്തിന് തയ്യാറെടുക്കത്തില്ല, അത് CPM എടുക്കും. പക്ഷേ അവിടങ്ങളിലൊക്കെ തന്നെ UDF മികച്ച വിജയം ഉണ്ടാകാൻ പോകുന്നത്. പിന്നെ NCP ഇതൊക്കെ തന്നെ അവരിൽ നിന്നൊക്കെ സീറ്റുകൾ പിടിച്ചെടുക്കും. പക്ഷെ എന്തായാലും വലിയ പരാജയത്തിലേക്ക് CPM പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിപ്പോൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിൻ്റെ ഒരു CPMൻ്റെ ഒരു വലിയ നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് UDF അനുകൂലമാവുകയും ചെയ്യുന്നു. ഇവിടെ BJP എത്രത്തോളം സ്പേസ് ഉണ്ടാക്കും എന്നുള്ളതും വലിയൊരു ചോദ്യമായിട്ട് നിൽക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.